ഫിലിം രംഗത്തുള്ള ഒരുപാട് പേരുണ്ടെന്ന് എല്ലാത്തിനകത്തും വാർത്തയെ കാണും. ശരിയാണ്, ശരിയാണ് സ്വാമിജി. കാര്യം വരുമ്പോൾ ഇവരിൽ ആരും ഉണ്ടാവില്ല. എന്നാൽ പിന്നെ ആദ്യം എന്തിന് വാർത്ത കൊടുത്ത് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചു? അതിനൊരു കേസെടുക്കാൻ ന്യായമില്ലേ? ഭരണാധികാരികളിൽ പലരുടെയും അവരോട് ബന്ധപ്പെട്ടവരുടെയും പേരുകൾ ആദ്യം വലിച്ചിഴയ്ക്കുകയും അവരെ ചീത്തയാക്കാനായിരിക്കും, അല്ലെന്നൊന്നും അഭിപ്രായമില്ല. ചിലപ്പോൾ പെട്ടിട്ട് തന്നെയായിരിക്കും. ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും ഈ പേരുകൾ വലിച്ചിഴയ്ക്കുകയും വലിച്ചിഴച്ച് കഴിഞ്ഞ് പിന്നീട് അതിനെക്കുറിച്ചുള്ള കോലാഹലം ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ ഇവരെങ്ങനെയാണ് സുതാര്യമായി ഈ പ്രശ്നം തീർത്തതെന്നറിയാൻ മാധ്യമങ്ങൾക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഭരണരംഗത്തു നിന്ന് എന്തെല്ലാം തരത്തിലുള്ള സഹായം തുടർനാടകം പോലെ മാറി മാറി വന്നിട്ടുള്ള ഭരണാധികാരികൾക്കിടയിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞ പക്ഷം അതിനെ നവീകരിക്കണം. ഭരണകൂടത്തിന് ഇത്തരം സംഭവങ്ങളിൽ അടിക്കടി ബന്ധപ്പെടുന്നവരുടെ ലിസ്റ്റുകളുണ്ട്. ഉണ്ട്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് അത് ഉയർത്തുകയും ചെയ്യുകയും ചെയ്യുന്നൊരു സംവിധാനം ഇപ്പോഴത്തെ മാധ്യമക്കാർ ചെയ്യുന്ന പോലെ തന്നെ ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ്. കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ ഒരേ പാരമ്പര്യമുള്ള ജനുസുകൾ ഈ ഇത്രയും കാലത്തെ കുറ്റങ്ങളിൽ തുടർച്ചയായി പങ്കെടുത്ത് പിൻവാതിലൂടെ രക്ഷപ്പെട്ട ഹിസ്റ്ററിയാണ്. നമ്മുടെ പെൺവാണിഭ കേസുകളിലെല്ലാം ഉറക്കെ ആരോപിക്കുന്ന എല്ലാ വാർത്തകളിലും കോമണായി എത്ര എണ്ണമുണ്ട് എന്ന് നോക്കുക. ഇത് മാധ്യമങ്ങളും നിങ്ങളൊക്കെയും നോക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കിയിട്ടും നിങ്ങളെല്ലാം അതില്ല എന്ന് വിശ്വസിക്കുവാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം കിടക്കുന്നത്. നിരപരാധിയാണെന്ന് സ്ഥാപിക്കാനും ഉണ്ടായില്ലെന്ന് തെളിവ് നിരത്താനുമാണ് എല്ലാവരും എൻ്റെ ഒരു ബന്ധു ഉണ്ടെങ്കിൽ, എൻ്റെ ഒരു പരിചയക്കാരനുണ്ടെങ്കിൽ, എനിക്കറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും അയാളെ രക്ഷിക്കുവാൻ ഞാൻ ഓടുന്നത് പോലെ ഓടുകയാണ് എല്ലാവരും. ഫിലിം രംഗത്തുള്ള ഒരുപാട് പേരുണ്ടെന്ന് എല്ലാത്തിനകത്തും വാർത്തയെ കാണും. ശരിയാണ്, ശരിയാണ് സ്വാമിജി. കാര്യം വരുമ്പോൾ ഇവരിൽ ആരും ഉണ്ടാവില്ല. എന്നാൽ പിന്നെ ആദ്യം എന്തിന് വാർത്ത കൊടുത്ത് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചു? അതിനൊരു കേസെടുക്കാൻ ന്യായമില്ലേ? ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. കാരണം നല്ലവരായ ഫിലിം രംഗത്തുള്ള ആളുകളെ തെറ്റായി വാർത്ത നൽകി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. വാർത്ത ഇട്ടവനെതിരെ എന്തുകൊണ്ട് കേസ് വന്നില്ല? ഇവർ രണ്ടു കൂട്ടരും തമ്മിൽ ഒത്തുചേർന്ന് സന്ധിയായോ? ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് ഈ സംശയം ഉന്നയിക്കുന്നത്. ഭരണാധികാരികളിൽ പലരുടെയും അവരോട് ബന്ധപ്പെട്ടവരുടെയും പേരുകൾ ആദ്യം വലിച്ചിഴയ്ക്കുകയും അവരെ ചീത്തയാക്കാനായിരിക്കും, അല്ലെന്നൊന്നും അഭിപ്രായമില്ല. ചിലപ്പോൾ പെട്ടിട്ട് തന്നെയായിരിക്കും. ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും ഈ പേരുകൾ വലിച്ചിഴയ്ക്കുകയും വലിച്ചിഴച്ച് കഴിഞ്ഞ് പിന്നീട് അതിനെക്കുറിച്ചുള്ള കോലാഹലം ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ ഇവരെങ്ങനെയാണ് സുതാര്യമായി ഈ പ്രശ്നം തീർത്തതെന്നറിയാൻ മാധ്യമങ്ങൾക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും എഴുതി കഴിഞ്ഞ് നിങ്ങളൊന്ന് ഖേദം പ്രകടിപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു, അങ്ങനെ പോയാൽ മതി. ഇത് നിരന്തരമായി എഴുതി വ്യക്തികളെ തേജോവധം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങണം മാധ്യമം. മാധ്യമത്തെക്കുറിച്ചുള്ള വിശ്വാസ്യത ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്ന് മാധ്യമങ്ങൾ അറിയണം. ശരിയാണ് സ്വാമിജി. അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയത് സത്യമാണെങ്കിൽ നാളെ അത് ആവർത്തിക്കാതിരിക്കുന്ന വിധത്തിൽ അത് ചെയ്യണം, ആരായിരുന്നാലും. ശരിയാണ് സ്വാമിജി. ഭരണരംഗത്തു നിന്ന് എന്തെല്ലാം തരത്തിലുള്ള സഹായം തുടർനാടകം പോലെ മാറി മാറി വന്നിട്ടുള്ള ഭരണാധികാരികൾക്കിടയിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞ പക്ഷം അതിനെ നവീകരിക്കണം. ഭരണകൂടത്തിന് ഇത്തരം സംഭവങ്ങളിൽ അടിക്കടി ബന്ധപ്പെടുന്നവരുടെ ലിസ്റ്റുകളുണ്ട്. ഉണ്ട്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്.
അപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് അത് ഉയർത്തുകയും ഒരു ചെയ്യുകയും ചെയ്യുന്നൊരു സംവിധാനം ഇപ്പോഴത്തെ മാധ്യമക്കാർ ചെയ്യുന്ന പോലെ അത് തന്നെ ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ്. അത് ജനങ്ങൾക്ക് പരിഹാരമല്ലത്. അതിനു പകരം കുറ്റവാളികളായ ആളുകൾ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളിലുണ്ടെങ്കിൽ അതിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവരെ കുറ്റവാളികളുടെ ലിസ്റ്റിൽ തന്നെ പെടുത്തി ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും ഇത്തരം രംഗങ്ങളിൽ അവർ പ്രവർത്തിക്കാനുള്ള എല്ലാ വഴിയും തടയുക എന്നുള്ളതാണ് ആദ്യത്തെ പരിഹാരം. അല്ലാതെ ഇത് ജനങ്ങളുടെ ഇടയിൽ അലക്കി കുറേ കാലം കഴിഞ്ഞ് ജനം മറന്ന് അടുത്ത വാർത്ത വരാൻ കാത്തിരിക്കുമ്പോൾ ഈ വാർത്തകൾ സൃഷ്ടിക്കുന്നത് മാധ്യമങ്ങളും ഭരണാധികാരികളും ചേർന്ന് ജനങ്ങളെ വഞ്ചിക്കാനാണെന്ന് നാളെ ജനം വിശ്വസിക്കുന്ന ഒരു ദിനം ഉണ്ടാവും. അന്ന് ജനാധിപത്യത്തിലും ഭരണാധികാരികളിലും മാധ്യമങ്ങളിലും ജനത്തിനുള്ള വിശ്വാസം ഇന്ന് മതങ്ങളിലുള്ള വിശ്വാസവും ആധ്യാത്മിക ആചാര്യന്മാരിലുള്ള വിശ്വാസവും നഷ്ടപ്പെടുത്തുന്നതിലൂടെ നേടിയെടുക്കാനാവില്ല.